ഇന്നലെ വന്ന വേദനിപ്പിക്കുന്ന വാർത്ത, ആ വാർത്തയുടെ തുടർവാർത്തകൾ ഇന്നുമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ ജില്ലാ കളക്ടർ ഇന്ന് അന്വേഷണം ആരംഭിക്കും. പ്രവേശനം നിരോധിച്ചിരുന്ന ശുചിമുറിയിൽ ആളുകൾ കയറിയതിനെക്കുറിച്ചാണ് അന്വേഷണം കൂടുതലായിട്ടുണ്ടാവുക. അപകടത്തിൽ ജീവൻ നഷ്ടമായ ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് തലയോലപ്പറമ്പിലുണ്ടാകും. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തും. ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തലയോലപ്പറമ്പിൽ നിന്ന് നിതിൻ അംബുജനും ചേരുന്നുണ്ട്. ആദ്യം ടോബിയിലേക്ക്. ടോബി, ഗുഡ് മോർണിംഗ്. ഒരു നല്ല പ്രഭാതം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നലെ ആദ്യമുണ്ടായ വാർത്ത, ടോബി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കരുതിയിരുന്നത് രണ്ടുപേർക്ക് ചെറിയ രീതിയിലുള്ള പരിക്കുകളോടെ ആ അപകടം അതവിടെ അവസാനിച്ചു എന്നാണ്. പക്ഷെ പിന്നീട് കണ്ടത് വല്ലാതെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളുമാണ്. അപ്പോൾ ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ സങ്കടം, അമ്മയുടെ സങ്കടം, അതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ടോബി ഇന്നിപ്പോൾ എവിടെയാണുള്ളത്? എന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോൾ ഈ അപകടത്തിൻ്റെ വാർത്തയുമായി? ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആരോഗ്യമന്ത്രിക്കെതിരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. ക്രിസ്റ്റീന, ടി കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നൊരു അന്വേഷണം ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ്. അത് ഈ കെട്ടിടത്തിലേക്ക് അല്ലെങ്കിൽ ഈ ബാത്റൂം ബ്ലോക്കിലേക്ക് എങ്ങനെ മരിച്ച ബിന്ദു അടക്കമുള്ളവർ എത്തി എന്ന ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ മന്ത്രിമാർ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തി. കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഇന്ന് ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ സംഭവം നടന്നതിന് പിന്നാലെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ വിവാദമായി അത് ഉയരുകയും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. മന്ത്രിമാരുടെ ആ ഒരു പ്രസ്താവന, അതായത് രണ്ടുപേർക്ക് പരിക്കേറ്റു എന്ന് മാത്രം പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യങ്ങളടക്കം ഇന്നലെ ഒരു ആക്ഷേപമായി ഉയർന്നു വന്നു. അതിന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഒരു വിശദീകരണം കൃത്യമായിട്ട് നൽകി. ആ സമയത്ത് അവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ഒരാൾ മിസ്സിംഗ് എന്നുള്ള വിവരം ആ സമയത്ത് ആരും പറഞ്ഞില്ല. അതാണ് മന്ത്രിമാരോട് താൻ പറഞ്ഞത്. അങ്ങനെയാണ് മന്ത്രിമാർ പ്രതികരണം നടത്തിയത് എന്ന് സൂപ്രണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഈ ബിൽഡിങ്ങിൽ നേരത്തെ തന്നെ ഒരു നിരോധനം കൊണ്ടുവന്നിരുന്നു. അവിടെ ആളുകൾ പ്രവേശിക്കരുത്, ഈ ബാത്റൂം ബ്ലോക്കിൽ പ്രവേശിക്കരുതെന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയെന്ന് മാനേജ്മെന്റും അതുപോലെ തന്നെ സൂപ്രണ്ട് അടക്കമുള്ളവർ പറയുമ്പോൾ എങ്ങനെയാണ് ആ ബാത്റൂമിലേക്ക് ആളുകൾ കയറിയത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് ഈ മന്ത്രിമാരടക്കമുള്ളവർ പറയുന്നത്. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മൾ ഇന്നലെ അവിടെ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ കെട്ടിടത്തിൻ്റെ, അതായത് ആളുകൾ ഈ രോഗികൾ കിടക്കുന്ന ആ ബിൽഡിങ്ങിൽ തന്നെ കോൺക്രീറ്റുകൾ ഇടിഞ്ഞു വീണ അവസ്ഥകളൊക്കെ ഉണ്ടായത്. അപ്പോൾ അത്രയും മോശ അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം കാലതാമസം എന്തുകൊണ്ടും എത്രയും വേഗം ഷിഫ്റ്റ് ചെയ്യേണ്ടതല്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നപ്പോൾ ഇന്നലെ രാത്രി ഒറ്റ ദിവസം കൊണ്ട് ആളുകളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. അതിനൊരു വിശദീകരണം ഇന്നലെ മെഡിക്കൽ കോളേജ് നൽകിയത് ഓപ്പറേഷൻ തിയേറ്ററോ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല, അതുകൊണ്ടാണ് മാറ്റാതിരുന്നതെന്നാണ്. അതൊക്കെ എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു മറുപടിയാണെന്ന് നമുക്കിപ്പോൾ ചോദിക്കേണ്ടി വരും. കാരണം ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പുതിയ ബ്ലോക്കിലേക്ക് രോഗികളെല്ലാം മാറ്റി അവിടെ ആ പുതിയ ബിൽഡിംഗ് പ്രവർത്തന സജ്ജമായ ഒരു അവസ്ഥ നമുക്കുണ്ട്. അപ്പോൾ അനാസ്ഥ ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അതിനുള്ള ചില നടപടികളിലേക്ക് കാര്യങ്ങൾ. മറ്റൊന്ന്, ആരോഗ്യവകുപ്പിനുണ്ടായിരിക്കുന്ന ഗുരുതരമായ വീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനമാണ്. ഇന്നലെയും വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു. ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധത്തിന് പ്രതിപക്ഷ സംഘടനകൾ ഒരുങ്ങുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ച, മന്ത്രിമാർ നടത്തിയ അനുചിതമായ പ്രതികരണം, അങ്ങനെ പ്രതിപക്ഷം ഇന്ന് ആ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? ടോബി, ടിക്കെ, ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ നമ്മൾ കണ്ടതാണ്, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നു, വീണ ജോർജിനെ കരിങ്കൊടി കാണിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ ഇന്നലെ തന്നെ പ്രതിഷേധ മാർച്ചുമായി മെഡിക്കൽ കോളേജിലേക്ക് മുന്നിലേക്ക് വന്നു. ചാണ്ടി ഉമ്മൻ MLA ഇന്നലെ ഒരു പ്രതിഷേധ സമരം മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തി. അതിനെ തുടർന്ന് ചാണ്ടി ഉമ്മൻ MLAക്കെതിരെ ഗാന്ധിനഗർ പോലീസ് കേസെടുക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിരുന്നു. കാരണം ആംബുലൻസ് തടഞ്ഞു എന്നടക്കമുള്ള കുറ്റങ്ങളാണ് ആ സംഭവത്തെ തുടർന്ന് ഉണ്ടായത്. എന്തായാലും അതുകൊണ്ട് തന്നെ കൂടുതൽ
ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം നമ്മൾ ഇന്നലെ തന്നെ പ്രതിഷേധങ്ങൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 11 മണിക്ക് ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ BJPയുടെ പ്രതിഷേധം 12 മണിയോടുകൂടി ഉണ്ടാകുമെന്ന് പറയുന്നു. മറ്റ് സംഘടനകൾ, ചെറുതും വലുതുമായ സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മെഡിക്കൽ കോളേജ് വിവാദം സജീവമായിട്ട് നിൽക്കുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിലും കോൺഗ്രസും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഒക്കെ പ്രതിഷേധം നടത്തി. ഇന്നലെ മിനിഞ്ഞാന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒരു പ്രതിഷേധം നടത്തി. അങ്ങനെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ഈ നമുക്കറിയാവുന്നതുപോലെ ആരോഗ്യമന്ത്രിക്കെതിരെയാണ് ആ ആരോപണങ്ങളെല്ലാം തന്നെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. പല ന്യായങ്ങളും ഉണ്ടെങ്കിലും രാഷ്ട്രീയപരമായി ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികളും കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്രിസ്റ്റീന. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ടോബി, തുടരുക.